അവസാനിപ്പിക്കുകയാണ് ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട്. ഇന്ന് UDF ഒക്കെ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി വളരെയധികം പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പല കാര്യങ്ങൾ പറയുന്നു, ഒന്നും ശരിയാകുന്നില്ല. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണിയുണ്ടോ? ഐക്യജനാധിപത്യം എന്ന് പറഞ്ഞൊരു മുന്നണിയുണ്ടോ? നിങ്ങൾ എടുത്തു നോക്കിക്കേ, എത്ര പ്രതിപക്ഷ നേതാവുണ്ട്, എത്ര KPCC പ്രസിഡന്റ് ഉണ്ട്, എത്ര UDF കൺവീനർമാരുണ്ട്. അതാണ് ഇന്ന് അവിടുത്തെ സ്ഥിതി. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും വന്നിരിക്കുന്നത് UDF എന്നാണ് കേട്ടത്. നമുക്കറിയാം പേരിന് എന്താ പ്രസക്തി എന്ന് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷേ ഞാൻ സ്വരാജിൽ കാണുന്നൊരു പേര്, ആ പേരിൽ പ്രത്യേകതയുണ്ട്. നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വരാജ് ബ്രിട്ടീഷുകാർക്കെതിരെ അത് ഗാന്ധിജി പ്രഖ്യാപിച്ചതാണ്. സ്വയം ഭരണം അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു പേര് ഇന്ന് നിലമ്പൂർ ചരിത്രത്തിന്റെ ഭാഗമായി മാറും, ഇവിടുത്തെ MLA ആയി മാറും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.